കപ്പലിലൂടെയുള്ള യാത്രയുണ്ട്, നിരത്തിലൂടെയുള്ള യാത്രയുണ്ട്. അതൊക്കെ പേടിപ്പെടുത്തുന്ന യാത്രകളാണ്. പക്ഷെ ആകാശത്തിലൂടെ പറക്കുന്നത് അതൊരു ഭയാനകമായ യാത്രയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കാരണം അത് ആകാശത്തിലൂടെ നിലം വിട്ടുകൊണ്ട് പറക്കുകയാണ്. മറ്റുള്ളത് ഒന്നിരിക്ക വെള്ളത്തിലാണ്, ഓളങ്ങളും തിരമാലകളും ഉണ്ടെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഒരു ധൈര്യമാണ്. റോട്ടിലൂടെ സഞ്ചരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെയോ ട്രെയിനിനാണെങ്കിലോ റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധൈര്യമാണ്. എല്ലാ നിലയും വിട്ടുകൊണ്ടൊരു പിടുത്തവുമില്ലാതെ ആകാശത്തിന്റെ വിഹായസ്സിലൂടെ പറന്നു പോകുമ്പോൾ അതൊരു ഭീതിജനകമായ യാത്രയാണ്. ഇത് പിടിച്ചു വെക്കുന്നത് അള്ളാഹുവാണ്. നമ്മളോട് ചില സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞതെന്താണ്? നിങ്ങൾ യാത്ര പോകുമ്പോൾ, നിങ്ങൾ യാത്രക്കാരായി നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ അതിനുള്ള മുൻകരുതലുമായി നിങ്ങൾ പോകണം. യാത്ര എന്ന് പറയുന്നത് നരകമാണ്. സഫറു എന്ന് പറയുന്നതും സക്കറു എന്ന് പറയുന്നതും ഒരു പുള്ളിയുടെ വ്യത്യാസമാണ്. ഒന്ന് യാത്രയാണ്, ഒന്ന് നരകമാണ്. സഫർ എന്നാൽ യാത്രയാണ്, സഫറു എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകതുല്യമാണ് ഏത് യാത്രകളും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഏത് വാഹനങ്ങൾക്കും എന്തും സംഭവിക്കാം. നമ്മളൊക്കെ സാധാരണയായി എയർ ഇന്ത്യയിലും മറ്റുമൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള സുരക്ഷാ സംവിധാനം നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്ന് എന്താണെന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാല, വല്ലവനും പറഞ്ഞാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലി ഒരാൾ ഇറങ്ങിയാൽ, അവനോട് പറയും, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഇനി നിനക്ക് യാതൊരു വിഷയങ്ങളും പ്രയാസങ്ങളും യാത്രയിൽ നേരിടുമില്ല, പിശാച് നിന്റെ കൂടെ ഉണ്ടാവൂല എന്ന് അവനോട് പറയപ്പെടുമെന്ന്. വിശ്വാസികളായ ആളുകളോട് യാത്ര പോകുമ്പോൾ, ഏത് വാഹനത്തിൽ കയറുമ്പോഴും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. എത്ര ആളുകൾ ഈ ദിക്ർ ചൊല്ലാറുണ്ട്. ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ ഈ അപകട രംഗത്ത് വരുമ്പോഴാണ്. വിമാന ദുരന്തങ്ങളും കപ്പലപകടങ്ങളും മറ്റുള്ള രീതിയിലുള്ള ട്രെയിൻ ബോഗികളൊക്കെ തകർന്നടിയുന്നതുമൊക്കെ കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് അത് വരുന്നത്. വളരെ നിസ്സാരമാണ്. വാഹനത്തിലേക്ക് കാണുമ്പോൾ സ്റ്റാറിങ് കയ്യിൽ പിടിക്കുകയാണ്, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ്, അതൊരു വിഷയമില്ലാതെ മാറുകയാണ്. എന്നാൽ അതൊരു വലിയ വിഷയമാണ്. ഏത് സൈക്കിളിൽ സഞ്ചരിക്കുന്നവൻ വരെ, അന്നത്തെ വാഹനങ്ങളൊന്നും ഇങ്ങനെ സ്പീഡിൽ 100, 110, 180 സ്പീഡ് റോട്ടിലൂടെ നിരത്തിലൂടെ ഓടുന്നവയായിരുന്നില്ല. അന്ന് ഒട്ടകമായിരുന്നു, കുതിര ആയിരുന്നു കുറച്ച് സ്പീഡിൽ ഓടിയിരുന്നത്. അതിൽ കഴുതകളും മറ്റുമൊക്കെയുണ്ട്. ഇവരൊക്കെയാണ് എത്രത്തോളം പഴയ കാലത്തുള്ള രാജാക്കന്മാരെയും പണക്കാരെയും കൊണ്ടുവന്ന പല്ലക്കിലേറുമ്പോൾ പോലും ചൊല്ലണമെന്നാണ് മതത്തിന്റെ വിധി. എങ്ങനെയാണ് ഇതിങ്ങൾ ചൊല്ലിയിട്ടേക്കാറാവും. സ്കൂളിലെ കുട്ടികളൊക്കെ എന്നും ഇപ്പൊ പഴയ കാലത്ത് പോലുള്ള വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. എത്ര കുട്ടികളുടെ ഒരു വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറയുന്നവർ എത്ര കുട്ടികളുണ്ട്, എത്ര ആളുകളുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ, മറ്റുള്ളയിടത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്നവർ നമ്മൾ നിസ്സാരമായി കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര പോകുമ്പോൾ വിമാന ദുരന്തങ്ങളും കപ്പലപകടങ്ങളും അതുപോലെ തന്നെ ട്രെയിൻ അപകടങ്ങളും ഒക്കെ നടക്കുന്നത് കേൾക്കുന്ന നമ്മൾ പോകുമ്പോൾ ആത്മീയമായ മുൻകരുതലിൽ നമ്മൾ വേണം എന്നുള്ളതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ ഖറഅ ആയത്തുൽ ഖുർസി ഇൻദ ഖുറൂജി മിൻ മൻസിലി ലം യസിബഹു ഷൈഉൻ യക്റഹു വത്താ യർജു. രണ്ടാമത്തെ ആത്മീയമായ ഒരു പ്രതിരോധമാണിത്. ആത്മീയമായ പ്രതിരോധം. വിശ്വാസികൾക്ക് ആത്മീയമായ പ്രതിരോധവും ഭൗതികമായ പ്രതിരോധവുമുണ്ട്. ആത്മീയമായ പ്രതിരോധം എന്ന് പറയുന്നതാണ് മൻ ഖറഅ ആയത്തുൽ ഖുർസി. അത് കിട്ടാത്തവരും അറിയാത്തവരും ആരുമില്ലല്ലോ. എന്നാൽ നമ്മൾ അറിയാതെ പോയതാണ്. വീട്ടിൽ നടങ്ങുമ്പോൾ മൻ ഖറഅ ആയത്തുൽ ഖുർസി ഓതിയാൽ ഇൻദ ഖുറൂജിഹി മിൻ മൻസിലി, സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ലം യസ്ബുഹു ഷൈഉൻ യക്റഹു ഹത്താ യർജു,
ഒരു പ്രയാസവും അവൻ്റെ യാത്രയിൽ ഉണ്ടാവില്ല. മടങ്ങി വരുന്നത് വരെ അവൻ സുരക്ഷിതനാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. അപകടങ്ങൾ വരാതിരിക്കണം, അതിന് പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മൾ ആത്മീയമായൊരു പ്രതിരോധം നമ്മുടെ കൈവശം വേണമെന്നുള്ളതാണ്. അത് വിമാനത്തിലേറുമ്പോഴും വേണം, ബസ്സിലേറുമ്പോഴും വേണം, നമ്മൾ സാധാരണ ഓട്ടുന്ന സൈക്കിളിൽ പോലും അത് വേണം. എത്ര സ്പീഡ് ഓടുന്നതാണെങ്കിലും അതിനൊക്കെ ചൊല്ലാനുള്ള ഭൗതിക ആത്മീയമായ പ്രതിരോധം, അതിനുള്ള സുരക്ഷാ സംവിധാനം, മുൻകരുതലുകൾ ഇതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഭൗതികമായ പ്രതിരോധമാണ്, ഭൗതികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് പറയുന്ന നിയമങ്ങളുടെ നിരത്തിലൂടെ വാഹനം ഓട്ടണമെങ്കിൽ ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ മുഴുവനും അനുസരിച്ചുകൊണ്ടായിരിക്കണം നിരത്തിലൂടെ വാഹനം ഓട്ടേണ്ടത്. ഒന്നാമതായി ഹെൽമെറ്റ് വേണമെന്ന് പറയുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാക്കിയിട്ടില്ല, പക്ഷെ നമ്മുടെ ഗവൺമെന്റ് നിർബന്ധമാക്കിയതാണ്. അതും നമുക്ക് നിർബന്ധമാണ്. ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ടേ നമ്മൾ യാത്ര പോകാവൂ. അത് നമ്മുടെ സുരക്ഷയുടെ, ഭൗതികമായ സുരക്ഷയുടെ ഒരു വിഷയമാണ്. രണ്ടാമത് നമ്മൾ കണ്ടില്ല, സിഗ്നലുകളുണ്ടാകും, റോഡ് സൈഡ് എഴുതി വെച്ചിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ടേ പോകാവൂ എന്ന്. സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ടേ വാഹനം ഓട്ടാവൂ എന്ന്. അത് പോലീസിനെ കാണുമ്പോൾ മാത്രം ഇടാനുള്ളതല്ല. ഹെൽമെറ്റ് പോലീസിനെ കാണുമ്പോൾ മാത്രം മാറ്റാനും ഇടാനും ഉള്ളതല്ല. അത് നമ്മുടെ സേഫ്റ്റിയാണ്, നമ്മുടെ സുരക്ഷയാണ്. അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റുകളുണ്ട്. കപ്പലിൽ പോകുന്നവനാണെങ്കിലും വിമാനത്തിൽ പോകുന്നവനാണെങ്കിലും നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉയരുമ്പോൾ ഒരു ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് അവർ മുഴുവനും പോയത്. ആ ബെൽറ്റ് അടക്കം കരിഞ്ഞുകൊണ്ടാണ്, ദാരുണമായ അന്ത്യമാണ് നമ്മൾ അവർക്കൊക്കെ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങൾ നമ്മളെ കാക്കുമാറാവട്ടെ. ദുരന്തത്തിന് പാത്രീഭൂതമായ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല സഹനശേഷി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. ഇതൊക്കെയാണ് ലൈഫ് ജാക്കറ്റുകൾ. അതൊക്കെ നമ്മൾ വിമാനത്തിൽ കയറുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. എങ്ങനെയാണ് ബെൽറ്റ് ധരിക്കേണ്ടത്, അപകടത്തിൽപ്പെട്ടാൽ ഒരുപക്ഷെ അതിലും അധികവും കടലിലേക്കാണ് വീഴാറുള്ളത്, അതിന് ജാക്കറ്റ് എങ്ങനെ ഇടണമെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. കേവലം മത്സ്യബന്ധനത്തിന് വേണ്ടി തോണിയിൽ പോകുമ്പോൾ പോയും സുരക്ഷാ സംവിധാനങ്ങളിലാതെ പോകരുത് എന്നാണ് ഇതിൻ്റെയൊക്കെ കാഴ്ചപ്പാടുകൾ. അത് ഇസ്ലാമിൻ്റെയും കാഴ്ചപ്പാട് തന്നെയാണ്. ആ വണ്ടിക്കാരൻ ചൊല്ലേണ്ടത് സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നാണ്. എന്താ അതിന്റെ കാരണം എന്നറിയോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലബുദു മഅ്മൂറുൻ ബിത്തിഖായ അസ്ബാബിൽ ബലായ, ദുരന്തങ്ങൾ വരുന്നതിനുണ്ടാവുന്ന കാരണങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളോട്, മനുഷ്യനോട്, അടിമയോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പുണ്യനബിയുടെ കൽപ്പനയാണ്. നമ്മളോട് പറഞ്ഞില്ലേ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിനക്ക് നിന്റെ നഫ്സിന്റെ മേലൊരു ബാധ്യതയുണ്ട്. നിന്റെ നഫ്സിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിടേണ്ടതല്ല. ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ നിന്റെ നഫ്സിനോട് നീ കാണിക്കുന്നത് അക്രമമാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ നീ കാർ ഓടിക്കുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തോട് നീ കാണിക്കുന്നത് അക്രമമാണ്. അതേപോലെ ലൈഫ് ജാക്കറ്റുകളില്ലാതെ കടലിൽ പോകുന്നത് അക്രമമാണ്, അതിക്രമമാണ്, അത് ചെയ്യരുത് എന്നാണ്. നമ്മളൊക്കെ ദുരന്തം വന്നിട്ടല്ല വരുന്നതിന്റെ മുമ്പ് പ്രതിരോധം വേണം. അതാണ് നമുക്ക് വേണ്ടത്. അള്ളാന്റെ റസൂൽ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ ഒരു വീഴാനായ മതിലിന്റെ ചുവട്ടിലൂടെ നടന്നു പോവുകയാണ്. പോകുമ്പോൾ അള്ളാന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അങ്ങോട്ട് പോയി. മതിലിങ്ങനെ ചാഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഈ മതിൽ എപ്പോഴും വീഴാൻ സാധ്യതയുണ്ട്. അള്ളാന്റെ റസൂൽ അതിന്റെ മുമ്പിലൂടെ പെട്ടെന്ന് ഓടിപ്പോയപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞത്, ഇന്നി യഖാഫു മൗതൽ ഫവാത്, പെട്ടെന്നുള്ള ദുരന്തങ്ങൾ, മരണങ്ങൾ ഞാൻ പേടിക്കുന്നുവെന്ന്. അതൊരു പേടിയാണ്. സാഹസികമായ വിഷയങ്ങളിലൊന്നും നമ്മൾ പോകാൻ പാടില്ല. എന്തും സംഭവിച്ചോട്ടെ, അത് അള്ളാന്റെ വിധിയുണ്ടെങ്കിലല്ലേ വീഴൂ എന്നല്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ നഫ്സ് നോക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞു, നിനക്ക് നിന്റെ തടി എന്നുള്ളത് അള്ള തന്നതാണ്. അതൊരു വാഹനമാണ്. നിന്റെ ജീവന് സഞ്ചരിക്കുവാനുള്ള ഒരു വാഹനമാണ് നിന്റെ ശരീരം എന്ന് പറയുന്നത്. സാധാരണ വാഹനങ്ങൾ അത് നിയന്ത്രിക്കുന്നത് പോലെ നിന്റെ റൂഹ് വഹിക്കുന്ന, നിന്റെ ആത്മാവുമായി വഹിക്കുന്ന വാഹനമാകുന്ന നിന്റെ ശരീരം കടിഞ്ഞാണിട്ട് പിടിച്ചോളണമെന്നാണ് ഇതിന്റെ താല്പര്യം. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
മിനായിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോയി, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോയി, മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് കല്ലെറിയാൻ കഴിഞ്ഞ 2-3-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ലക്ഷക്കണക്കിന് ഹാജിമാരും മക്കയിൽ നിന്ന് പോയത്. പോകുന്ന വഴിയിൽ വിശുദ്ധമായ പല സ്ഥലങ്ങളുമുണ്ട്. അവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടൊരു വാദി മുഹസ്സർ എന്ന് എഴുതി വെച്ചത്. അവിടെ എത്തുമ്പോൾ പുണ്യ നബി മുഹമ്മദ് മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1400 വർഷം മുമ്പ് ഇത് ഖിയാമത്ത് നാളെ വരുന്നവരോടുള്ള ഹാജിമാരോടുള്ള ഒരു നിർദ്ദേശമുണ്ട്. എന്താ നിർദ്ദേശം അറിയോ? അവിടെ നിങ്ങൾ പെട്ടെന്ന് പോകണേ, അവിടെ നിങ്ങൾ സാവകാശം പോകരുതേ എന്നാണ്. എന്താ കാര്യം എന്നറിയോ? അവിടെയാണ് അബ്രഹത്തിന്റെ ആനപ്പടയാളികൾ കൂപ്പുകുത്തി വീണത്, കൊമ്പ് കുത്തി കൊമ്പനാനകൾ പൊട്ടിപ്പോയ കൊമ്പ് പൊട്ടിപ്പോയത് അവിടെയാണ്. വലിയ ദുരന്തം നടന്ന ഇടമാണ് അവിടെ. അവിടെ നിങ്ങൾ ഇനിയും ദുരന്തം നിങ്ങൾ പ്രതീക്ഷിക്കണം. ദുരന്തം നടന്ന ഇടത്തിലൂടെ പോകുമ്പോൾ പോലും ശ്രദ്ധ വേണമെന്ന് പഠിപ്പിച്ചതാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊക്കെ പെട്ടു, ഈ പല വിഷയങ്ങളെല്ലാം അത് പെട്ടു. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ദുരന്തം കേട്ടാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ പറയാറുള്ളതും അല്ലദീന ഇദാ സാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഏത് ദുരന്തം കേട്ടാലും നമ്മൾ ചൊല്ലേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുള്ളതാണ്, അവനെ കൊള്ളയാണ് നമ്മളൊക്കെ മടക്കം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്നാണ് അന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലം തുഇദ ഹാദിഹിൽ കലിമാത്ത് നബിയൻ ഖബ്ല നബിയിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫാന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങൾക്ക് മാത്രമുള്ളതാണ്. മറ്റുള്ളൊരു പ്രവാചകന്മാർക്കും ദുരന്തങ്ങൾ വരുമ്പോൾ ഇന്നാ ലില്ലാഹി ചൊല്ലാറില്ല. അവർക്ക് ചൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു, അവർ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ വലൗ യഅറഫ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ലമാ ഖാൽ യാ അസഫ അലാ യൂസുഫ് വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ വഹുവ കലീം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെ വന്നപ്പോൾ, വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ, അന്ന് അവർ പറയേണ്ടിയിരുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരുന്നു. പക്ഷെ അവർക്കതില്ല. പുണ്യനബിയുടെ ഉമ്മത്തീങ്ങൾക്ക് മാത്രമാണ് ദുരന്തം വരുമ്പോൾ ഈ വാക്ക് പറയാൻ, ഈ കലിമത്ത് പറയാൻ നിർദ്ദേശമുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് പറയുമായിരുന്നു എന്ന് മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നത്, വലിയ ദുരന്തങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുരന്തമാണ് നടന്നത്. വിമാന അപകടങ്ങൾ എന്ന് പറയുന്നത് AI-171 ആണ് നമ്മുടെ വിമാനം. അത് തകർന്നു വീണതാണെങ്കിലും നമ്മുടെ വിമാനത്താവളത്തിനടുത്ത് തന്നെയുള്ള MBBS പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലാണ് തകർന്നു വീണത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഓരോരോ കണക്കാക്കലുകളാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമ്മൾ നിങ്ങൾക്ക് ഓരോ മരണങ്ങളെ കണക്കാക്കും. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. തന്നെയുമല്ല, പുണ്യനബി പഠിപ്പിച്ചു, ആർക്കെങ്കിലും മരണം ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ആവശ്യം അവരുണ്ടാക്കി കൊടുക്കുമെന്നാണ്. എവിടെ വെച്ചാണ് മരിക്കേണ്ടത് എന്ന് ഒരാൾക്കും എവിടെയാണ് മരിക്കുക എന്ന് ആർക്കും അറിയാൻ കഴിയൂല. പക്ഷെ എവിടെ വെച്ചുകൊണ്ട് മരിക്കുമെന്നുള്ള കണക്കാക്കിയതാണ്. ആ സ്ഥലത്തേക്ക് അവൻ പോവാൻ, ആ സ്ഥലത്തേക്ക് അവൻ ഓടിപ്പോവാൻ. എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് ലണ്ടനിലേക്ക് പോകേണ്ട സ്വന്തം മോളെ കാണാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മളെ പത്തനംതിട്ടയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി വന്നത് 4 ദിവസത്തെ ഈ നാട്ടിൽ നിൽക്കാൻ വേണ്ടി, ഒരു ചെറിയ ഒപ്പിന് വേണ്ടി, ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങൾക്കുള്ള പരിഹാരമായി ഒപ്പുവെക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു ഓരോ കണക്ക് നോക്കും നിങ്ങൾ. ആ പ്രിയപ്പെട്ട സഹോദര കുടുംബത്തിന്റെ ആ ദുഃഖം നമ്മളൊക്കെ കണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. 2 പെൺമക്കളും ഒരു അമ്മയും കരയുന്ന ദീനരോധനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിക്ക് നടത്തേണ്ടത്. ജാതിയും മതവും അതിനത് മാനവികതയാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ ജാതിയും മതവും നോൽക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങനെയുള്ള
പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ, ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള പ്രാർത്ഥനകൾ നടത്താൻ ഇസ്ലാമിൻ്റെ സന്ദേശമാണ്. ആ കുടുംബത്തിന് ഏക മലയാളി പെൺകുട്ടിയാണ്. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം.